Hello dear students. Today we are going to discuss our next topic under the chapter capital gain, and that is the cost of acquisition. So we already studied the cost of acquisition. We know that the cost of acquisition of an asset, it is a value for which it was acquired by the SSE. ഒരു SSE ഒരു asset അയാൾ അക്വയർ ചെയ്യുന്ന സമയത്ത് എത്രയാണോ അയാൾക്ക് അതിന് വാല്യൂ വന്നിട്ടുള്ളത്, that is the cost of acquisition. And also the expenses incurred for buying that particular asset are a part of the cost of acquisition. അപ്പോൾ നമുക്ക് ആ അസറ്റ് വാങ്ങുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസുകൾ വരാം. That expenses will also form part of the cost of acquisition. ഇപ്പൊ നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങുകയാണ്. അപ്പൊ ആ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരാളുടെ കയ്യിൽ നിന്നും പണം ബോറോ ചെയ്തു, അല്ലെ, മണി ബോറോ ചെയ്തു. അപ്പൊ ആ എമൗണ്ടിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ്, ഇറ്റ് വിൽ ഓൾസോ ഫോം പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതും ആ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റ് ടു ദി പ്രീവിയസ് ഓണർ ഡീം ടു ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഓണർക്ക് എത്രയാണോ കോസ്റ്റ് വന്നിട്ടുള്ളത് അതായിരിക്കും പ്രസന്റ്, ആരുടെ കൈവശമാണോ ഇപ്പോഴും അസറ്റ് ഇരിക്കുന്നത് അയാളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ബി കൺസിഡർഡ് ആസ് എ ഡീം ടു ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, അപ്പം ചില കേസിൽ ഇഫ് ആൻ അസറ്റ് ഈസ് അക്വയർഡ് ബൈ ആൻ അസറ്റ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്, അതായത് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഓരോ സിറ്റുവേഷനിലും cost of acquisition of the asset shall deem to be the cost for which the previous owner of the property acquired it. നമ്മൾ ഇനി കുറെ സിറ്റുവേഷൻസ് പറയാൻ പോകുന്നുണ്ട്. ഓരോ സിറ്റുവേഷനിലും പ്രീവിയസ് ഓണർക്ക് എന്താണോ കോസ്റ്റ് ആയിട്ടുള്ളത് that is deemed to be the cost of the present owner. Okay, so acquisition of an asset, ഇവിടെയൊക്കെ തന്നെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അസറ്റ് അക്വയർ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യാണ്. ഓക്കെ, ആ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു അസറ്റിന്റെ അക്വിസിഷന്റെ സമയത്ത് ഇനി പറയുന്ന സിറ്റുവേഷനിലെല്ലാം തന്നെ പ്രീവിയസ് ഓണർക്ക് എത്രയാണോ അതിന് അക്വിസിഷൻ കോസ്റ്റ് ആയിട്ടുള്ളത് ദാറ്റ് ഇസ് ദ കോസ്റ്റ് ഇറ്റ് ഇസ് ഡീം ടു ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഫസ്റ്റ് നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഒരു ഫസ്റ്റ് ആ അസറ്റ് ആരാണോ അക്വയർ ചെയ്തിട്ടുള്ളത് അയാൾക്ക് എത്രയാണോ അതിന് ചിലവ് വന്നിട്ടുള്ളത് അതന്നെയായിരിക്കും പിന്നീട് അയാൾ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ആരുടെ കൈവശമാണോ ഇപ്പോൾ അതിരിക്കുന്നത് അയാളുടെ കയ്യിലുള്ള കോസ്റ്റ് അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പ്രീവിയസ് ഓണർ എന്ത് വിലക്കാണോ അത് അക്വയർ ചെയ്തിട്ടുള്ളത് ദാറ്റ് ഇസ് ടു ബി ദ ഡീംഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അതിൽ ഇനി കുറെ സിറ്റുവേഷൻസ് നമ്മൾ പറയാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ്. സോ ഇവിടെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു അസറ്റിന്റെ അക്വിസിഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട് അല്ലെ. ആ acquisition of an asset on any distribution of asset on the total or partial partition of a Hindu undivided family. ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പാർട്ടീഷൻ നടക്കുകയാണ്, ഫുള്ളി ഓർ പാർഷ്യലി. ആ പാർട്ടീഷന്റെ സമയത്ത് ഒരു അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആരാണ് ആ HUFന്റെ കയ്യിൽ നിന്നും അതിന്റെ മെമ്പേഴ്സിന് പോവാണ്. അപ്പൊ HUF എന്ത് വിലക്കാണോ അത് അക്വയർ ചെയ്തിട്ടുള്ളത് അതിനായിരിക്കും മെമ്പേഴ്സിനും അതിന്റെ വാല്യൂ ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അണ്ടർ ഗിഫ്റ്റ് ഓർ വിൽ, അല്ലെ, ഒരു ഗിഫ്റ്റ് നമുക്ക് ഒരു ഗിഫ്റ്റഡ് ആയിട്ടൊരു സംഭവം കിട്ടി, ഒരു ക്യാപിറ്റൽ അസറ്റ് കിട്ടി, അല്ലെങ്കിൽ വിൽ പ്രകാരം. അപ്പൊ എത്രയാണോ നമുക്കിപ്പോ ഒരു ജ്വല്ലറി കിട്ടി, അപ്പൊ ഒരു ജ്വല്ലറി എന്റെ ബ്രദർ എനിക്കൊരു ജ്വല്ലറി ഗിഫ്റ്റ് ചെയ്തു. അപ്പൊ ബ്രദർ അതൊരു 2 lakh rupees-നാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. ദെൻ എന്റെ കൈവശം ആ ഗോൾഡ് വന്ന് ചേരുമ്പോൾ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ബ്രദർ എത്രയൊക്കെയാണോ വാങ്ങിയിട്ടുള്ളത് അതിനായിരിക്കും അതിന്റെ വാല്യൂ. അപ്പൊ 2 lakh തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ അസറ്റ് അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ സക്സഷൻ, ഇൻഹെറിറ്റൻസ് ഓർ ഡിവല്യൂഷൻ അല്ലെ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, പൂർവികരിൽ നിന്നും കൈമാറ്റം ചെയ്ത് കിട്ടിയിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ അല്ലെ, പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് എങ്കിൽ എന്താണ് അവിടെയും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണർക്കുള്ള വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റിൽ പറയുന്നത് fourth one, on any distribution of asset on the dissolution of a firm, body of individual or other association of person at any time before 1/4/1987. Before 1987, April 1st 1987 മുമ്പ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്? അസറ്റ് അവിടെ അക്വയർ ചെയ്യുന്നത് ഒരു ഫോം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഡിസോൾവ് അല്ലെ അതിന്റെ ഒരു ഡിസോൾവേഷന്റെ സമയത്ത്, അതല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആ സമയത്ത് ഒരു അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ഓർ അറ്റ് ദ ടൈം ബിഫോർ 1/4/1987. Okay, the next situation എന്ന് പറയുന്നത്
ഓൺ എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ഓൺ ദ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ആ കമ്പനി എന്ത് വിലക്കാണോ അത് അക്വയർ ചെയ്തിട്ടുള്ളത് അതിനെ ആയിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്ന മെമ്പേഴ്സിന്റെ കയ്യിലുള്ള അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ കൈവശം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. Then under a transfer to a revocable or an irrevocable trust, അല്ലെ ഒരു ട്രസ്റ്റ് എന്ത് ചെയ്യാണ് കൈമാറ്റം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ആസറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ്, അത് അവരുടെ ഒരു ക്യാപിറ്റൽ പ്രോപ്പർട്ടി എന്താണ് ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണെങ്കിൽ ആ ട്രസ്റ്റ് എന്താണോ എന്ത് വിലക്കാണോ അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ആ വിലനെ ആയിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ആൾക്കും അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ദെൻ ഓൺ ട്രാൻസ്ഫർ ബൈ എ പാരന്റ് കമ്പനി ടു ഇറ്റ്സ് ഇന്ത്യൻ സബ്സിഡിയറി കമ്പനി വിച്ച് ഇസ് ഹോളി ഓൺഡ് ബൈ എ പാരന്റ് കമ്പനി. ഒരു പാരന്റ് കമ്പനി അതിന്റെ ഇന്ത്യൻ സബ്സിഡിയറി കമ്പനിക്ക് എന്ത് ചെയ്യാണ് ട്രാൻസ്ഫർ ചെയ്യാണ്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ്. ആ കമ്പനിയുടെ എന്താണ് വിച്ച് ഇസ് ദ ഹോളി ഓൺഡ് പാരന്റ് കമ്പനി അല്ലെ, ആ പാരന്റ് കമ്പനി മുഴുവനായിട്ടും അതിനെ ഓൺ ചെയ്തിട്ടുള്ളതാണ്. ആ സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഫുള്ളി ഓൺഡ് ബൈ ദി പാരന്റ് കമ്പനി. ദെൻ the asset which is transferred by a parent company to the Indian subsidiary company. അതിലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പാരന്റ് കമ്പനി എന്തിനാണോ അത് അക്വയർ ചെയ്തിട്ടുള്ളത് അതിനായിരിക്കും ആ ഇന്ത്യൻ സബ്സിഡിയറി കമ്പനിക്ക് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഓൺ ട്രാൻസ്ഫർ ബൈ എ സബ്സിഡിയറി കമ്പനി ടു ഇറ്റ്സ് ഇന്ത്യൻ ഹോൾഡിംഗ് കമ്പനി which owes whole of the share capital of the subsidiary company. അപ്പൊ സബ്സിഡിയറി കമ്പനിയാണ് അവിടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹോൾഡിംഗ് കമ്പനിക്ക്. ആ സബ്സിഡിയറി കമ്പനിയുടെ മുഴുവൻ ഷെയറും കമ്പനി ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഇന്ത്യൻ കമ്പനി ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സിഡിയറി കമ്പനി എന്തിനാണോ അത് വാല്യൂനാണോ അത് നേടിയിട്ടുള്ളത് അതിനായിരിക്കും ഹോൾഡിംഗ് കമ്പനിയുടെ കൈവശം അത് എത്തിച്ചേരും, ആസറ്റ് എത്തിച്ചേരുമ്പം അവരുടെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ബൈ ട്രാൻസ്ഫർ ഇൻ എ സ്കീം ഓഫ് അമാൽഗമേഷൻ അല്ലെ, അമാൽഗമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സിറ്റുവേഷനിലും ആ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 10th വൺ എന്ന് പറയുന്നത് വെൻ എനി മെമ്പർ ഓഫ് HUF കൺവേർട്ട് ഇറ്റ്സ് സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി ഇൻ ടു HUF പ്രോപ്പർട്ടി. ഏതെങ്കിലും ഒരു മെമ്പേഴ്സ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ എന്ത് ചെയ്യാണ് കൺവേർട്ട് ചെയ്യാണ്, എന്താണ് ഹിസ് സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി അതൊരു HUFന്റെ പ്രോപ്പർട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പ്രോപ്പർട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വൽ എന്താണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വന്നത് അതിനായിരിക്കും HUFന് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് on transfer of capital asset by a predecessor cooperative bank to the successor cooperative bank in a business organization. ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് എന്താ, ഒരു ബിസിനസിന്റെ റീഓർഗനൈസേഷന്റെ സമയത്ത് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അതെങ്ങനെയാണ്? ഒരു പ്രീഡിസസർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ മുൻഗാമിയായ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും സക്സസർ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ആ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണോ ആ പ്രീഡിസസർ കോപ്പറേറ്റീവ് ബാങ്കിന് എന്താണോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ദാറ്റ് വിൽ ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ സക്സസർ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ബിസിനസ് റീഓർഗനൈസേഷന്റെ സമയത്ത് പ്രീഡിസസർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ സക്സസർ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് it shall be the deemed cost of acquisition by the predecessor cooperative bank to the successor cooperative bank. Okay, the next on transfer of shares in the predecessor cooperative bank in lieu of the shares allotted in the successor cooperative bank in a business reorganization. ഇതൊക്കെ ബിസിനസ് ഇപ്പൊ നമ്മൾ അമാൽഗമേഷൻ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ റീഓർഗനൈസേഷന്റെ സമയത്ത് എന്ത് ചെയ്യാണ്, ഒരു പ്രീഡിസസർ കോപ്പറേറ്റീവ് ബാങ്കിന് അനുവദിച്ച ഷെയറുകൾക്ക് പകരമായിട്ട് എന്ത് ചെയ്യാണ് സക്സസർ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഷെയറുകൾ കൈമാറ്റം ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒരു ട്രാൻസ്ഫർ അവിടെ വരുവാണ് എന്നുണ്ടെങ്കിൽ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ അസറ്റ്മാർ ഇവിടെ ഷെയർ ആണ് കൈമാറ്റം ചെയ്യുന്നത് എങ്കിലും ആ ഡീംഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലെ. ബിസിനസ് ഓർഗനൈസേഷന്റെ സമയത്ത് ഒരു പ്രീഡിസസർ കോപ്പറേറ്റീവ് ബാങ്കിന് അനുവദിച്ചിട്ടുള്ള ഷെയറിന് പകരമായിട്ട് എന്ത് ചെയ്യാണ് ഒരു സക്സസർ കോപ്പറേറ്റീവ് ബാങ്കിൽ ഷെയർ കൈമാറ്റം ചെയ്യുന്ന സമയത്തും അവിടെയും സെയിം സിറ്റുവേഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് എന്ന് പറയുന്നത് 13th പോയിന്റിൽ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇവിടെ ക്യാപിറ്റൽ അസറ്റോ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റോ ആണ് വരുന്നത്. അത് എന്തിന്റെ ഭാഗമായിട്ടാണ് മാറ്റം ചെയ്യുന്നത്? by a firm to a company as a result of succession of the firm by a company. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു കമ്പനി എന്ത് ചെയ്യാണ് സക്സഷന്റെ ഭാഗമായിട്ട് ഫേം കമ്പനിക്ക് ഷെയർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഷെയർ അല്ല ക്യാപിറ്റൽ അസറ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്
ഒരു ഫേം കമ്പനിക്ക് കൈമാറ്റം ചെയ്യുവാണ്, സക്സഷന്റെ ഭാഗമായിട്ട് ആ കമ്പനിക്ക് കൈമാറ്റം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെയും ആ ഫേമിന് വന്ന കോസ്റ്റ് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഓൺ സക്സഷൻ ഓഫ് എ സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ ബൈ എ കമ്പനി. അപ്പോൾ ഇവിടെ ആ ഒരു സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ എന്ത് ചെയ്യാണ്, ഒരു കമ്പനി ആയിട്ട് മാറുവാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെ ഡീംഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ കേസാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന മുകളിൽ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഈ സിറ്റുവേഷനിലെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ വരുന്നത്, കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ ഡീം ടു ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി പ്രസന്റ് ഓണർ. ഓക്കെ, ദെൻ ഇതിൽ ചെറിയൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മിസസ് ശോഭ അക്വയർഡ് എ ജ്വല്ലറി ഇൻ ജൂൺ 2006 for rupees 2 lakh. She gifted the jewelry to her son in May 2008. Her son sold the jewelry in January 2020 for rupees 23 lakh. Compute the capital gain if the cost inflation index in 2006-7 is 122. ഇവിടെ നമ്മളോട് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണ്. ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2006 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ശോഭ ഒരു ജ്വല്ലറി പർച്ചേസ് ചെയ്തു. 2008 മെയിൽ എന്ത് ചെയ്തു, ശോഭ അയാളുടെ മകന് ഗിഫ്റ്റ് ചെയ്തു ആ ജ്വല്ലറി. ദെൻ മകൻ അത് 2020 ആ ജ്വല്ലറി 23 ലക്ഷത്തിന് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഓണർ ആയിട്ടുള്ള ശോഭയ്ക്ക് വന്നിട്ടുള്ള 2 lakh തന്നെ ആയിരിക്കും ആർക്ക്, സണ്ണിന് അല്ലെ, പ്രസന്റ് ഓണർക്ക് ആളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ദിസ് ഇസ് എ കേസ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെ. നമുക്ക് ആ സിറ്റുവേഷൻ നോക്കിയാൽ അറിയാൻ പറ്റും, ആ ഇയർ ഓഫ് അവർ കൈവശം വെക്കുന്ന ആ ഒരു കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ നടക്കുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. സോ ഇറ്റ്സ് എ ക്യാപിറ്റൽ ഗെയിൻ 36 മന്തിലൊക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇവിടെ 23 lakhs ആണ്. ദെൻ ഇനി നമുക്ക് വേണ്ടത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആകുമ്പോൾ നമുക്ക് അതെന്താണ്, നമ്മൾ അതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും അല്ലെ. അപ്പൊ അത് അക്വയർ ചെയ്യുന്ന സമയത്തും ഉള്ള ഇൻഡെക്സും വേണം, അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ഇൻഡെക്സും വേണം. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ഇൻഡെക്സ് എന്ന് പറയുന്നത് 289 ആണ്. നമ്മൾ എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക ആ ഒരു പോയിന്റ് 289. ഈ സമയത്താണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്തായാലും അറിഞ്ഞിരിക്കണം. ദെൻ ആ സമയത്തുള്ള 6-7 ഇൻഡെക്സ് അവിടെ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് മകന് കിട്ടിയിട്ടുള്ളത് 2008 പോലും അത് ശോഭ അക്വയർ ചെയ്തത് 2006 അതൊരു ഗിഫ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് പ്രീവിയസ് ഓണർക്കുള്ള വന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നെയായിരിക്കും ഇയാളുടെ കേസിലും വരുന്നത്. അപ്പം 2 lakh തന്നെയാണ് വരുന്നത്. അതിന് നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇൻഫ്ലേഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ വാല്യൂ ആ സമയത്ത് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചത് എന്താണ്, അത് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 16,38,400 ആണ്. So the remaining long-term capital gain is rupees 6,61,600. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സോൾവ് ചെയ്യേണ്ടത്. ഇത് ഷോർട്ട് ടേം ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, ലോങ് ടേം ആകുമ്പോൾ നമ്മൾ ഇൻഡെക്സ് ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം തമ്മിൽ. ഇവിടെ ഇൻഡെക്സേഷൻ, കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് ആ ട്രാൻസ്ഫർ വരുന്നത് അല്ലെങ്കിൽ അതിന്റെ സെയിൽസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഇൻഡെക്സ് ചെയ്തിട്ട് വേണം അതിന്റെ വാല്യൂ കൺസിഡർ ചെയ്യാൻ. ഓക്കെ.